ഞാൻ മോഷ്ടിച്ചു എന്നല്ല പറഞ്ഞത്, ഞാൻ പിടിച്ചു പറിച്ചു എന്നല്ല പറഞ്ഞത്. മറിച്ച് ആ സ്വഹാബി പറഞ്ഞത്, അറിയാതെ ഒന്ന് നോക്കിപ്പോയ തെറ്റിന് വേണ്ടി ജീവിതം മുഴുവനും ഹോമിച്ചു, മലയടി വാരത്തിന്റെ അടിയിൽ കൊണ്ടുപോയി. എന്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, പ്രഭാതം മുതൽ പ്രദോഷം വരെ നമ്മൾ ജീവിക്കുമ്പോ റിയാലിറ്റി ഷോവിന് മുന്നിലും സിനിമയ്ക്ക് മുന്നിലും നമ്മുടെ മക്കൾ അടയിരിക്കുമ്പോ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ നമ്മുടെ ഈമാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഷോപ്പിംഗ് മാളുകളിലേക്ക് മുഖവും തുറന്ന് മറച്ചിടേണ്ട ഭാഗങ്ങൾ മുഴുവനും വെളിവാക്കി പഞ്ചായത്തിൽ കൊണ്ടുപോയി പ്രദർശനത്തിന് വെക്കുന്ന പോലെ എന്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, നമ്മുടെ മക്കൾ വെളിയിലേക്ക് ഇറങ്ങുന്നില്ലേ? അതെല്ലാം മാറ്റി നിർത്തിയിട്ട് ധാർമ്മികപരമായ ഇസ്ലാമിക ചുവയുള്ള ജീവിത ചുറ്റുപാടുകൾ നമ്മൾ വളർത്തിയെടുക്കണം കേട്ടോ. അല്ലാഹുവിനെ തഖ്വയോടെ ജീവിക്കണം, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണം. മക്കളെ അതിന് പ്രാപ്തരാക്കണം കേട്ടോ. രക്ഷകർത്താക്കൾക്കൊരു ബോധമാണ്, എന്റെ മകൻ ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോ അവൻ വലിയ ആളായി എന്നൊരു ബോധമാണ്. ഗൾഫിൽ നിൽക്കുന്ന ഭർത്താവിനോട് പറഞ്ഞ് അദ്ദേഹം രക്തം വിയർപ്പാക്കിയിട്ട് അയച്ചു കൊടുക്കുന്ന പണം കൊണ്ടുപോയി കമ്പ്യൂട്ടർ വാങ്ങിച്ച് സ്വകാര്യ റൂമിലേക്ക് സ്വന്തം മകൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കുമ്പോ രാത്രിയുടെ യാമങ്ങളിൽ സ്വന്തം കാമുകനോടൊപ്പം സല്ലപിക്കുന്നത് നിങ്ങൾ കാണാറില്ലല്ലോ. കഴിഞ്ഞ ആഴ്ചയിലെ റിസാല എന്ന് പറയുന്നൊരു വാരികയുണ്ട്. ആ വാരികയിൽ വിനോദ് ഭട്ടതിരിപ്പാടെന്ന് പറയുന്ന സൈബർ ലോകത്തിലെ കുറ്റകൃത്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരാളാണ് അദ്ദേഹം. സൈബർ ലോകത്തെ കുറ്റകൃത്യങ്ങൾ അദ്ദേഹം കണ്ടുപിടിക്കുന്ന ആളാണ്. അത്രയ്ക്ക് വൈദഗ്ധ്യമുള്ള മനുഷ്യനാണ്. അദ്ദേഹവുമായൊരു അഭിമുഖം നടത്തിയിട്ടുണ്ട്. അയാള് പറയുകയാണ്, ഒരു പെൺകുട്ടിയുടെ കേസുമായി ബന്ധപ്പെട്ട്, ആ പെൺകുട്ടിയുടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഞാനൊന്ന് പരിശോധിക്കേണ്ട അവസ്ഥ വന്നു. അങ്ങനെ ആ പരിശോധിച്ച അവസരത്തിൽ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്, ആ പൊന്നുമോള് 9.5 മാസം കൊണ്ട് സ്വന്തം കാമുകനോട് നടത്തിയിരിക്കുന്ന ചാറ്റുകള് 35,000 ചാറ്റുകളാ. നമ്മൾ നോക്കുമ്പോ മക്കൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. വാപ്പാനോട് വിളിച്ചു പറയും, അല്ലയോ വാപ്പാ, നമ്മുടെ മകൾ അല്ലെങ്കിൽ മകൻ വല്ലാത്ത വിദ്യാഭ്യാസമുള്ളവനായി രാത്രി ഒരുപാട് താമസിച്ചാണ് അവൻ കടന്നുറങ്ങുന്നത്, അതുവരെയും അവൻ കമ്പ്യൂട്ടറിലാണ് അവന്റെ പഠനം മുഴുവനുമെന്ന് സ്വന്തം ഭാര്യ വിളിച്ച് ഗൾഫിൽ നിൽക്കുന്ന ഭർത്താവിനോട് പറയുമ്പോ, എന്റെ സ്നേഹമുള്ള വാപ്പാ, ഒരിക്കലും മക്കളോട് സ്നേഹമുള്ളതിന്റെ പേരിൽ നിങ്ങൾ കമ്പ്യൂട്ടർ വാങ്ങിച്ചു അല്ലെങ്കിൽ വലിയ മൊബൈൽ ഫോൺ വാങ്ങിച്ച് സ്വകാര്യമായി ഉപയോഗിക്കാൻ കൊടുക്കരുത് കേട്ടോ. പട്ടരുതിരിപ്പാടെന്ന് പറയുന്ന സൈബർ ലോകത്തെ കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കുന്ന ആ മനുഷ്യനും ആ ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്. മക്കൾക്ക് കമ്പ്യൂട്ടർ വാങ്ങി കൊടുക്കരുത്, മക്കൾക്ക് മൊബൈൽ ഉപയോഗം കൊടുക്കരുത്. കാരണം അവരുടെ പക്വതയിലേക്ക് എത്തുമ്പോഴാണ് തെറ്റേത് ശരിയേതെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന പ്രായം വരെയും അവർക്ക് ഇത്തരം ഉപയോഗങ്ങൾക്ക് വേണ്ടി കമ്പ്യൂട്ടറും മൊബൈലും ഉപയോഗിക്കാൻ കൊടുക്കരുതെന്ന് അദ്ദേഹം നമ്മളോട് ഉണർത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, നമ്മുടെ മക്കൾ ഒരിക്കലും ഇതുപോലെ വഴികേടിലേക്ക് സംഭവിക്കാൻ പാടില്ല. ഈ അടുത്തൊരു വാർത്താ പത്രത്തിൽ വന്നതാണ്. കൊച്ചിയിലെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, വിവരമില്ലാത്ത ആളല്ല, വിദ്യാഭ്യാസമില്ലാത്ത ആളല്ല, പക്വതയില്ലാത്ത ആളല്ല. അയാൾ കൊച്ചിയിലെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അദ്ദേഹം ചാറ്റിങ്ങിൽ ഹരം കൊണ്ടൊരു സുന്ദരിയുമായ അവർ പരസ്പരം സംസാരിച്ചു, ഹൃദയങ്ങൾ പങ്കിട്ടു.
അവസാനം ഇയാൾ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട കാമുകി, അങ്ങയൊന്ന് കാണാൻ എനിക്കതിയായ ആഗ്രഹമുണ്ട്. രണ്ടുപേരും കാണാനുള്ള സമയം നിശ്ചയിച്ചു, സ്ഥലം നിശ്ചയിച്ചു. ബോംബെയിലെ ഒരു റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് ഞാൻ നിൽക്കുമെന്ന് ഈ കാമുകനെന്ന് പറഞ്ഞു. ഇന്ന ട്രെയിനിൽ ഞാൻ ഇന്ന വസ്ത്രവും ഇട്ട് വരുമെന്ന് പെണ്ണും പറഞ്ഞു. രാവിലെ ഈ കൊച്ചിയിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് പറയുന്ന ആള് രാവിലെ മുതലേ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കാത്തു നിൽക്കുന്നു. തന്റെ സ്വപ്നസുന്ദരിയെ ഒരു നോക്ക് കാണാൻ ഇങ്ങനെ നിന്നപ്പോ വൈകുന്നേരം വരെ നിന്നിട്ടും ആ പെണ്ണ് വന്നില്ല. മൊബൈലിലേക്ക് വിളിക്കുമ്പോഴോ മൊബൈൽ സ്വിച്ച് ഓഫാണ്. അങ്ങനെ കാണാതെ തിരിച്ചുപോയി. ചാറ്റിങ്ങിന്റെ മെസ്സേജുകളെടുത്ത് പരിശോധിക്കുമ്പോ അതിപ്പോൾ ഡിസ്കണക്ട് ആണ്. അങ്ങനെ എന്തായാലും ആഴ്ചകൾ കഴിഞ്ഞപ്പോ ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ മൊബൈലിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. അല്ലയോ മോനെ, നിന്നോടൊപ്പം നിന്ന ദിവസം നിന്ന റെയിൽവേ സ്റ്റേഷനിലോ നിന്നോടൊപ്പം ഉണ്ടായിരുന്ന സുന്ദരി എവിടെയാണെന്നാണ് ആ ഫോൺ കോളിൽ ചോദിച്ചത്. ആ പെണ്ണെന്റെ സഹോദരിയാണെന്ന് പരിചയപ്പെടുത്തി. എന്റെ പെങ്ങളെ, ഇന്ന സ്ഥലത്ത് നീ കൊണ്ടുവന്നില്ല എങ്കിലോ ഞാനിപ്പോ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുന്നതാണ്. പണത്തിന് വേണ്ടി എന്റെ പെങ്ങളെ നീ കൊന്നുവല്ലേ. നടന്ന സംഭവമാണോ? ഈ ചെറുപ്പക്കാരൻ പരിഭ്രാന്തിയായി, വിഷമിച്ചോ, പേടിച്ചോ. കാരണം സമൂഹത്തിൽ നല്ല സ്റ്റാറ്റസ് ഉള്ള എഞ്ചിനീയർക്ക് ഇത്തരമൊരു ഗതികേട് വന്നാൽ സമൂഹം പൊട്ടിച്ചിരിക്കുമല്ലോ എന്ന പേടിയുണ്ടായിട്ടോ ആ ഫോൺ വിളിച്ച ആള് പറഞ്ഞു, കേസൊരുക്കി തീർക്കാം, പക്ഷേ 5 ലക്ഷം രൂപ ഞാൻ പറയുന്ന അക്കൗണ്ടിലേക്ക് നീ ഇട്ടുതരണമെന്ന് ഫോൺ വിളിച്ച ആള് പറഞ്ഞു കേട്ടോ. ചെറുപ്പക്കാരൻ തീർത്തുപോയി. ഇയാൾ കൊണ്ടുപോയി കേസ് കൊടുത്താൽ ജീവിതം ആകപ്പാട് മാറി മറിയുമല്ലോ എന്ന വിചാരത്തില് പാവപ്പെട്ട മനുഷ്യൻ 5 ലക്ഷം രൂപ ഫോൺ വിളിച്ച ആളുടെ അക്കൗണ്ടിലേക്ക് അങ്ങ് നിക്ഷേപിച്ചു. ആ ഫോൺ വിളിച്ച ആളുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചു. ഫോൺ വിളി നിന്നു. ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞു. പ്രശ്നങ്ങളെല്ലാം മടങ്ങി എന്ന രീതിയിൽ ഈ എഞ്ചിനീയർ പതിവ് പോലെ ജീവിതത്തിനെ ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത കോള് വരുന്നു. എടാ മോനെ, നിന്നോടൊപ്പം ഉണ്ടായിരുന്ന സുന്ദരി എവിടെ? ഞാനിപ്പോ കേസ് കൊടുക്കാൻ പോവുകയാണ്. ഇനിയും കേസെടുക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ അക്കൗണ്ടിലേക്ക് നീ വീണ്ടും 5 ലക്ഷം രൂപ നിക്ഷേപിക്കണമെന്ന് മറുതലക്കൽ നിന്ന് ആജ്ഞയോടോട് ഭീഷണി ഉയർത്തുമ്പോ ഈ ഫോൺ കോളിൽ ഒരു പന്തികേട് തോന്നിയിട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ സൈബർ സെല്ലിൽ കേസ് കൊടുത്തു. അവരന്വേഷിക്കുമ്പോഴോ ഇതുപോലൊരു സുന്ദരി ലോകത്തില്ല. ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് ആരോ ഉണ്ടാക്കിവിട്ട ഫേക്ക് ഐഡിയയിലൂടെയാണോ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഇത്രയും നാളും ചാറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് വിവരമുണ്ടായിട്ട് കാര്യമില്ല, വിദ്യാഭ്യാസമുണ്ടായിട്ട് കാര്യമില്ല. ചാറ്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന് നഷ്ടപ്പെട്ടത് 5 ലക്ഷം രൂപയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഹൃദയത്തിന്റെ ഭാഷയിൽ, സ്നേഹത്തിന്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുന്നു. ആധുനികപരമായ ജീവിത ചുറ്റുപാടുകൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഫാസ്റ്റ് ബേസ്ഡ് കമ്പ്യൂട്ടർ ഏജാണിപ്പോൾ എല്ലാ ആളുകളും സഞ്ചരിക്കുന്നതും നിയന്ത്രിക്കുന്നതും ബിസിനസ് സ്ഥാപനങ്ങൾ നടന്നു പോകുന്നതും കമ്പ്യൂട്ടറിലൂടെയാണ്. പക്ഷേ ഒരുപാട് നല്ല നേട്ടങ്ങൾക്ക് പുറമേ
മോശമായ മറുവശം അതിനുണ്ട്. അത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കണോ. രാത്രിയിൽ ആരും കാണാതെ നിന്റെ പ്രൈവറ്റ് റൂമിൽ തന്നെ കൊണ്ട് ചാറ്റ് ചെയ്യുമ്പോ ലോകത്തിന്റെ അധികാരിയായ അല്ലാഹു എല്ലാം നിയന്ത്രിക്കുന്നുണ്ട്. അവൻ നിന്റെ അരമനയുടെ അകത്തളങ്ങളിൽ വരെ നോട്ടമെത്തുന്ന അല്ലാഹുവാണ്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നിന്റെ കേൾവിയും നിന്റെ കാഴ്ചയും നിന്റെ സംസാരവും നിന്റെ പ്രവർത്തനങ്ങളും മുഴുവനും അല്ലാഹു നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് മോനെ. അങ്ങനെയൊരു ബോധം നമ്മുടെ മക്കളുടെ ഉള്ളിലേക്ക് നമ്മൾ കൊടുക്കണം കേട്ടോ. അങ്ങനെ കൊടുത്താൽ അവൻ നന്മയുടെ പൂങ്കാവനമായി നമുക്ക് മുന്നിൽ വർത്തിക്കോ. അപ്പോ ഈമാൻ ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഇൽമ വേണോ. ഇൽമ വേണമെങ്കിൽ മുതഅല്ലിമുകൾ ഇവിടെ പഠിപ്പിക്കപ്പെടണം. ഈമാനുള്ള മനുഷ്യന്മാര് തെറ്റിലേക്ക് പോവുകയില്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ ആകത്തുക. അതേ അടുത്ത സമയത്ത് ഒരു ഡോക്ടറേറ്റ് എടുത്തു. ആത്മഹത്യകളെ കുറിച്ച് ഡോക്ടറേറ്റ് എടുത്തൊരു മനുഷ്യൻ, അഡ്വക്കേറ്റ് സിവി മാത്യു എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ആത്മഹത്യകളെ കുറിച്ച് മാത്രം പഠനം നടത്തിയിട്ട് അയാളൊരു പുസ്തകം എഴുതി. 504 ആളുകളിൽ അദ്ദേഹം പഠനം നടത്തിയപ്പോൾ ആത്മഹത്യകളുടെ കാരണം എന്താണ്, ആരാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത്, ഏത് മതത്തിന്റെ അനുയായികളാണ് ആത്മഹത്യ ചെയ്യുന്നത്, മതാനുയായികളാണെങ്കിൽ മുസ്ലിമാണോ, ഹിന്ദുവാണോ, ക്രൈസ്തവനാണോ, ജൈനനാണോ, മതമുള്ളവനാണോ, മതമില്ലാത്തവനാണോ ആത്മഹത്യയിലേക്ക് കൂടുതൽ എടുക്കുന്നതെന്ന് ഈ സിബി മാത്യു എന്ന് പറയുന്ന ഡോക്ടർ അദ്ദേഹം പരിശോധിച്ചു. ഒരു പ്രബന്ധം തന്നെ തയ്യാറാക്കിയിട്ട് അയാൾ ഈ വിഷയത്തിൽ ഡോക്ടറേറ്റ് എടുത്തു, PhD എടുത്തു. അയാൾ അവസാനം കണ്ടെത്തിയ കാരണം ഇവിടെ ആത്മഹത്യകൾ പെരുകുന്നത് ഒരു വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാത്ത ആളുകളിലാണ്. മുസ്ലിം സമുദായത്തെ ഞാനെടുത്ത് പരിശോധിച്ചു നോക്കുമ്പോ അവിടെ ആത്മഹത്യകളില്ല. കാരണം അവർക്കറിയാം ഒരു വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോ ആത്മഹത്യ എന്ന് പറയുന്നത് ഹറാമാണ്, അത് ചെയ്യാൻ പാടില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് വിലക്കിയ കാര്യമാണെന്ന് ബോധമുള്ളൊരു മുസ്ലിമോ ആത്മഹത്യകളിലേക്ക് പോവുകയില്ല. പക്ഷേ ഇന്നെന്റെ ലോകമൊന്ന് പരിശോധിച്ചു നോക്കിയാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുമ്പോ, പലിശയിൽ കുടുങ്ങി പരാധീനതകളിൽ ഏർപ്പെടുമ്പോ, ഒരു തെറ്റും ചെയ്യാത്ത കുരുന്നുവാല്ലങ്ങളെ കഴുത്ത് ഞെരിച്ച് അരുങ്കൊല ചെയ്യുന്ന ഹീനമായ പ്രവൃത്തികൾ ഇവിടെ നടമാടുന്നില്ലേ? മോഹനമായ ഒരുപാട് ദിവസങ്ങൾ കാത്തിരുന്ന്, മാസങ്ങൾ കാത്തിരുന്നൊരു കുഞ്ഞ് ജനിച്ചോ, ആ കുഞ്ഞിനെയും അവിടുന്ന് സാമ്പത്തികമായ പരാധീനത വന്നപ്പോ, സാമൂഹികമായൊരു പ്രശ്നം വന്നപ്പോ, അവിടെയും ഒരു തെറ്റും ചെയ്യാത്ത പിഞ്ചോമലകളെ വിഷം കൊടുത്തു കൊല്ലുന്ന എത്ര മാതൃഹൃദയങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ടേ. ഇല്ലാത്തത് കൊണ്ടാണതോ. ഇന്ന് ഞാൻ ഇവിടെ വരുമ്പോഴും ഇതിന്റെ സംഘാടകരോ ഒരു മകനെ കൊണ്ടുവന്ന് പറഞ്ഞു, ഉസ്താദേ എന്റെ മകൻ ഹാഫിളാകാൻ ദുആ ഇറക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ സംഘാടകരിൽപ്പെട്ടൊരു ഇക്ക അദ്ദേഹവും പറയുന്നുണ്ട്, എനിക്ക് സമ്പത്തുണ്ട്, പക്ഷേ എന്റെ മക്കളെല്ലാം ഹാഫിളാകണം, ആലിമാകണം, അവര് ഭൗതികമായൊരു ഡിഗ്രി എന്നവരെ കരസ്ഥമാക്കണ്ട, അവര് നല്ല നിലയിൽ ദീൻ പഠിക്കണമെന്ന ആഗ്രഹമാണ് എനിക്കുള്ളതെന്ന് വളരെ ആർജവത്തോടെ പറയുന്ന വാപ്പമാരിവിടെയുണ്ട്. അല്ലാഹു നിലനിർത്തി തരട്ടെ. നമ്മുടെ മക്കളെല്ലാം ഹാഫിളീങ്ങളും ആലിമീങ്ങളുമായി നമുക്ക് നാളെ ഉപകരിക്കുന്ന മക്കളാക്കി അല്ലാഹു മാറ്റുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഞാൻ നിർത്തുകയാണ്. ഇനിയും പറയട്ടെ, ഷാഫി ഇമാമിനെ നിങ്ങൾക്കറിയില്ലയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്തം സിരകളിലൂടെ ഓടുന്ന മഹാനാണ്.
ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാഠമാക്കിയ വ്യക്തിയാണ്. 7-ാം വയസ്സിൽ വിശുദ്ധമായ ഖുർആൻ കാണാതെ പഠിച്ച മഹാനാണ്. ഒരു ദിവസം ഒരു ഖത്മ് പൂർത്തിയാക്കുന്ന വ്യക്തിത്വമാണ്. ഒരുപാട് ഫിഖ്ഹിന്റെ മസലകള് നമ്മളെന്ന് നിലകൊള്ളുന്ന ശാഫിഈ മദ്ഹബ് പോലെ അവിടുത്തെ വിരൽത്തുമ്പിൽ നിന്നും നിറകളിച്ച വൈജ്ഞാനിക തല്ലജങ്ങളാണ് നമ്മളെന്നും ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. കാലഘട്ടങ്ങൾക്ക് മുമ്പ് മഹാനവറുകൾ ഇവിടെ ജീവിച്ചിരുന്നതിന്റെ തെളിവ് അവിടുത്തെ ഗ്രന്ഥങ്ങളാണ്. അവര് പറഞ്ഞു കൊടുത്ത വൈജ്ഞാനിക മണിമുത്തുകളാണ്. അവരുടെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു രാജാവിനെയും നമുക്കറിയില്ല. അവിടുത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നൊരു ഛത്രാധിപതിയെയും നമുക്കറിയില്ല. അവിടുന്ന് ജീവിച്ചിരുന്നൊരു പണക്കാരനെയും നമുക്കറിയില്ല. കാലഘട്ടങ്ങൾ പിന്നിടുമ്പോഴും മഹാനവറുകളുടെ പേരുകൾ നമ്മുടെ അതിരങ്ങളിൽ നിന്ന് നിർഗളിക്കുമ്പോ മുഅ്മിനീങ്ങൾ അറിയാതെ തർളീയത്ത് പറയുന്നത് അവിടുന്ന് നമ്മുടെ ഹൃദയത്തിൽ വിജ്ഞാനപരമായി സ്വാധീനം ചെലുത്തിയതിന്റെ ഭാഗമാണ്. അങ്ങനെയുള്ള ശാഫിഈ ഇമാം തങ്ങൾ മരണപ്പെടുന്നതിന്റെ രാവിലെ മുസ്നി ഇമാം എന്ന് പറയുന്ന ശിഷ്യൻ വന്ന് ചോദിക്കുന്നു, കൈഫ അസ്ബഹത യാ ഉസ്താദി, അല്ലയോ എന്റെ പ്രിയപ്പെട്ട ഉസ്താദേ, നിങ്ങൾ എങ്ങനെയാണ് പ്രഭാതത്തിലായതോ? എന്ത് ബോധമാണ് നിങ്ങൾക്കിപ്പോൾ മനതലങ്ങളിലുള്ളതെന്ന് ശാഫി ഇമാമിനോട് ശിഷ്യനായ മുസ്നി ഇമാം വന്ന് ചോദിക്കുമ്പോ ശാഫി ഇമാം പറയുകയാണ്, മഹാനായ ശാഫി ഇമാം അവിടുന്ന് പറയുന്നു, അസ്ബഹതു മിനദ് ദുനിയാ റാഹിലാ വലിഖവാനി മുഫാരികാ വലിസുഇ അമാലി മുലാഖിയാ വലികസിൽ മനിയതി ശരിബാ. ശാഫി ഇമാമിനോട് സ്വന്തം ശിഷ്യൻ വന്ന് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട മഹാനവറുകൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞാൻ ഈ പ്രപഞ്ചത്തിൽ പ്രഭാതത്തിലായത് ഇവിടെ നിന്ന് വിട പറഞ്ഞു പോകാൻ പോവുകയാണ്. എന്റെ കൂട്ടുകാരെയും ബന്ധുക്കളെയും ബന്ധനങ്ങളെയും വിച്ഛേദിച്ചിട്ട് ഇവിടെ നിന്ന് ഞാൻ യാത്രയാകാൻ പോവുകയാണ്. വലിസുഇ അമാലി മുലാഖിയാ, ഞാൻ എന്റെ മോശം പ്രവർത്തനങ്ങളെ കാണാൻ പോവുകയാണെന്ന് ശാഫി ഇമാം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, പ്രഭാതം മുതൽ പ്രദോഷം വരെ തെറ്റുകുറ്റങ്ങളിൽ മാത്രം കണ്ടു ജീവിക്കുന്ന നമ്മളോ ളുഹർ നിസ്കാരത്തിനും അസർ നിസ്കാരത്തിനും പള്ളിയിൽ വാങ്കുലി മുഴങ്ങുമ്പോ അതിന് മാത്രം പോയി അറ്റൻഡ് ചെയ്ത് തിരിച്ചു വരുന്ന നമ്മളോ, എല്ലാ ഹറാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിതത്തിന്റെ നല്ല യാമങ്ങളെ അടിച്ചുടച്ച് തല്ലിത്തകർക്കുന്ന നമ്മളോ, ശാഫി ഇമാം ദിവസം മുഴുവനും ആരാധനകളിലും വിജ്ഞാനപരമായ പുരോഗമന പ്രവർത്തനങ്ങളിലും ജീവിതം നുഴിച്ചു വെച്ച മഹാൻ ഇതുപോലെ മരണപ്പെടുന്ന സമയത്ത് വിലപിക്കുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉപ്പ, അല്ലാഹുവിന്റെ അലംഘനീയമായ വിധിയെ തേടിയെത്തുമ്പോ അതിന് പാകപ്പെടാൻ നമുക്ക് എന്ത് അമലാണുള്ളത്? എനിക്ക് അമലുണ്ടോ? ആ അമലുണ്ടെങ്കിൽ ഞാൻ വിജയിക്കുമെന്ന് തന്റെ ഇടത്തോടെ പറയാൻ പറ്റുന്ന ആളുകൾ എന്റെ സദസ്സിൽ എത്ര പേരുണ്ട്? പേടിയാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഖബർ കണ്ടാൽ കരയോ? ഹബീബായ റസൂലുള്ളാഹിനോടൊപ്പം തൊട്ടിപ്പിടിച്ച് അവിടുത്തെ സംരക്ഷണത്തിന് വേണ്ടി, ദീനിന്റെ പുരോഗതിക്ക് വേണ്ടി സമ്പത്തും ശരീരവും ഒഴിഞ്ഞു വെച്ച അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഖബർ കണ്ടാൽ കരയുമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ,
നമുക്ക് നാളെ അല്ലാഹുവിന്റെ തിരുസവിധത്തിലേക്ക് നെഞ്ചു വിരിച്ചു ചെന്ന് നിൽക്കാൻ എന്ത് അമലാണ് നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളതോ, എന്ത് പ്രവർത്തനമാണ് നമുക്ക് നീക്കിയിരിപ്പുള്ളതോ. ഇതുപോലെ ഷാഫി ഇമാമിനെ പോലുള്ള പണ്ഡിതന്മാരിങ്ങനെ മരണപ്പെടുന്ന സമയത്ത് വിലപിച്ചിട്ടുണ്ട്. അതുപോലെ വിശപ്പിന്റെയും വിജ്ഞാനത്തിന്റെയും വിളിയാളങ്ങളിൽ ഹബീബായ റസൂലുള്ളാഹിനോടൊപ്പം ഒരു പൂച്ചയെ പോലെ പറ്റിപ്പിടിച്ച് നടന്ന അബൂ ഹുറൈറ തങ്ങള് റസൂലുള്ളാഹിന്റെ അതരങ്ങളിൽ നിന്നും നിറകളിക്കുന്ന വൈജ്ഞാനിക മണിമുത്തുകൾ സമൂഹ സമക്ഷത്തിലേക്ക് സമർപ്പിക്കാൻ ജീവിതം ഒഴിഞ്ഞു വെച്ച അബൂ ഹുറൈറ തങ്ങള് മരണപ്പെടുന്ന സമയത്ത് പറഞ്ഞില്ലേ, സഫരി തവീൽ വസദീ ഖലീൽ, എന്റെ യാത്ര നീണ്ടതാണ്, എന്റെ നീക്കിയിരിപ്പുകൾ വളരെയധികം കുറവാണ്. ആണുങ്ങളിൽ ഒരുപാട് ഹദീസുകൾ റസൂലുള്ളാഹിയിൽ നിന്നും നിവേദനം ചെയ്തവരെന്ന മഹത്വം അബൂ ഹുറൈറ തങ്ങൾ കൊണ്ട്. അതുമല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ നേതാവായ സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്യുന്ന ഹബീബായ റസൂലുള്ളാഹിന്റെ സാമീപ്യത്തിൽ നടന്നവരാണ്. റസൂലുള്ളാഹിനെ കണ്ട കണ്ണ് സ്വർഗ്ഗത്തിൽ നരകത്തിലേക്ക് പോവുകയില്ല. റസൂലുള്ളാഹിന്റെ ശരീരം സ്പർശിച്ച നമ്മുടെ ശരീരം നരകത്തിന് ഹറാമാണ്. അങ്ങനെയൊക്കെ മഹത്വമുള്ള ജീവിതത്തിനുടമയായ മഹാന്മാര് സ്വന്തം മരണത്തെ കുറിച്ച് ഇത്രത്തോളം അപലാദികൾ പറഞ്ഞുവെങ്കിലോ എന്റെ പ്രിയപ്പെട്ട വാപ്പാ, യുദ്ധത്തിന്റെ രണാങ്കണങ്ങളിൽ ഒരു കാരക്കയും കൂടി നീ ഭക്ഷിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞപ്പോ അതൊന്നും എനിക്ക് പറ്റുകയില്ല. ഞാൻ മണക്കുന്നത് സ്വർഗത്തിന്റെ വാസനയാണ്, രക്തസാക്ഷിത്വമാണ്. ഞാനൊരു കാരക്ക കഴിച്ചു നിന്നാൽ അത്രയും സമയം നീണ്ടുപോകുമല്ലോ എന്ന് പറഞ്ഞ് അതുപോലെ സ്വന്തം രക്തസാക്ഷിത്വത്തിന് വേണ്ടി ഓടിയെടുത്ത സഹാബിമാര് മുഹൂർത്തത്തിന്റെ രണാങ്കണങ്ങളിൽ ഇന്നയാള് മരണപ്പെടുമെന്ന് പറഞ്ഞിട്ട പോലെ എന്താണെങ്കിലും റസൂലുള്ളാഹിന്റെ രക്തസാക്ഷികൾക്ക് കൊടുക്കുന്ന ആ പ്രതിഫലം എനിക്ക് വേണമെന്ന് ആഗ്രഹിച്ചോ. രണാങ്കണങ്ങളിലേക്ക് ചാടിയെടുത്ത സഹാബിമാരുടെ ചരിത്രങ്ങൾ നമ്മൾ കേട്ടവരല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന രക്ഷകർത്താക്കളെ, എപ്പോഴാണ് അല്ലാഹുവിന്റെ മരണമെന്ന് നമുക്കറിയില്ല. നമ്മൾ ആസ്വദിക്കേണ്ടത് സ്വർഗത്തിന്റെ വാസനയാണ്, നമ്മൾ ആനന്ദിക്കേണ്ടത് സ്വർഗത്തിന്റെ ആനന്ദങ്ങളെയാണ്, നമുക്ക് കുടിക്കേണ്ടത് സ്വർഗത്തിന്റെ പാനീയങ്ങളാണ്. നമുക്കാവശ്യം സ്വർഗീയമായ സർവ്വവിധ സൗകര്യങ്ങളുമാണ്. അതുകൊണ്ട് ചത്ത ദുനിയാവിന്റെ പിന്നാലെ പോയി അനശ്വരമായ സ്വർഗത്തിന്റെ അനുഭൂതികൾ നശിപ്പിച്ചു കളയല്ല കേട്ടോ. ഭൗതികതയുടെ പിന്നാലെ പോയി മക്കൾ ധാർമ്മിക പ്രവർത്തനത്തിലേക്ക് പോയിട്ട് പള്ളിയിൽ ദ്വാരക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല. മക്കള് മോശമായി വഴിതെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ പ്രിയപ്പെട്ട ഉപ്പ, മക്കളെ ധാർമ്മികപരമായി വൽക്കരിക്കണോ. മരണം നല്ല മരണം നമുക്ക് വേണോ. ഇവിടെ വെച്ച് മരിച്ചാലും ഒരുപാട് മുതല്ലിമകളും ആലിമകളും നമ്മുടെ ശരീരത്തിന്റെ അടുത്ത് വന്നു ദുആയിരക്കുന്ന നല്ല ശരീരങ്ങളാകാൻ എപ്പോഴും നിങ്ങൾ ദുആയിരക്കണേ. നഫീസ ബീവി റളിയല്ലാഹു അൻഹാ നമുക്കറിയും മഹദിയവറുകള് 6000-ഓളം ഹത്തുവകൾ സ്വന്തം കബറിലിറങ്ങിയിരുന്നോതി ആയിരക്കണക്കിന് റകഅത്തുകൾ നിസ്കരിച്ച് ആ ചെന്ന് കിടക്കേണ്ട കബറിനെ മണിയറയാക്കി വെച്ച് മരണത്തെ പുൽകിയ മഹദിയവറുകളാണ് നഫീസ ബീവി റളിയല്ലാഹു അൻഹാ. അവിടെ നിന്ന് റജബ് മാസമായപ്പോ റജബിന്റെ ആദ്യ സമയത്ത് അവിടുന്ന് വല്ലാത്ത ശാരീരികമായ അസ്വാസ്ഥ്യം സംഭവിച്ചോ. അവിടുന്ന് കത്തബത്തില സൗജിഹ മദീനയിൽ
നിൽക്കുന്ന അവിടുത്തെ ഭർത്താവായി ഇസ്ഹാഖുൽ മുഅ്തമിൻ എന്ന് പറയുന്ന മഹാന് കത്തെഴുതുകയാണ്. അവിടുത്തെ പരിചാരികയായ സഫിയ എന്ന് പറയുന്ന പരിചാരിക അവിടുത്തെ സഹോദര പുത്രിയാണ്. മഹദി അവറുകൾ നഫീസ ബീബി റളിയല്ലാഹു അൻഹയുടെ സാമീപ്യത്തില് സേവനത്തിന് വേണ്ടി നിൽപ്പുണ്ട്. അങ്ങനെ ഭർത്താവിനെ വിളിച്ചു വരുത്തി കാണണമെന്ന് പറഞ്ഞ് രോഗം മൂർജിച്ചു. റമളാന്റെ പുണ്യദിനരാത്രങ്ങൾ ആദ്യം കടന്നു വന്നപ്പോ അധികം രോഗമായപ്പോ ഡോക്ടർമാര് വന്നു, ചികിത്സാരികൾ കടന്നു വന്നു. മഹദിയവറുകളോട് പറഞ്ഞു അവിടുന്ന് നോമ്പുകാരിയാണ്. മഹദിയവറുകളോട് പറയുകയാണ്, അല്ലയോ നബീസ ഉമ്മ, നിങ്ങളുടെ ബോഡി വളരെയധികം വീക്കാണ്, നിങ്ങളിപ്പോ നോമ്പ് മുറിക്കണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെട്ടപ്പോ നബീസ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, വാഅജബാ, അല്ലയോ നബീസ ഉമ്മ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണേ, ഞങ്ങളിതാ മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഡോക്ടർമാര് മാറിപ്പോയി. റമളാനിന്റെ മധ്യത്തിലെ 10 അവിടുന്ന് രോഗം മൂർച്ഛിച്ചോ. ഈ ലോകത്ത് നിന്ന് സൂറത്തുൽ അൻആമിന്റെ സ്വർഗം ആഗ്രഹിക്കുന്ന 12ാമത്തെ ആയത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോ സ്വർഗത്തിന്റെ സന്തോഷമായ അനുഭൂതികളിലേക്ക് അല്ലാഹു മുഅ്മിനീങ്ങളെ മാടി വിളിക്കുന്ന ആ ആയത്തങ്ങെത്തിയപ്പോ വേറൊരു റിവായത്തിലുണ്ട് 127ാമത്തെ ആയത്താണെന്ന്. എന്താണെങ്കിലും ശരി തന്നെ, മഹദിയവറുകൾ സ്വർഗം ആഗ്രഹിക്കുന്ന സ്വർഗത്തിലേക്ക് മാടി വിളിക്കുന്ന ആയത്തങ്ങ് വന്നപ്പോ അവിടുത്തെ റൂഹങ്ങ് വിട്ടുപിരിഞ്ഞുപോയി. അവിടുന്ന് ഭർത്താവായ ഇസ്ഹാഖുൽ മുഅ്തമിൻ എന്ന് പറയുന്ന ഭർത്താവ് അടുത്ത് നിൽപ്പുണ്ട്, പരിചാരികയും അടുത്ത് നിൽപ്പുണ്ട്. മുഅ്മിനീങ്ങളെ, എന്തൊരു സൗഭാഗ്യമാണ് റമളാനിന്റെ പുണ്യദിനരാത്രങ്ങളിൽ നോമ്പുകാരിയായി സ്വർഗത്തിന്റെ അനുഭൂതികളിലേക്ക് മാടി മാടി വിളിക്കുന്ന ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകാൻ എന്തൊരു ഭാഗ്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇസ്ഹാഖുൽ മുഅ്തമിൻ എന്ന് പറയുന്ന ഭർത്താവ് അവിടെ നിന്ന് സമൂഹത്തിനോട് പ്രഖ്യാപിക്കുകയാണ്, ഞാൻ എന്റെ നഫീസ ബീവിയെ മദീന ശരീഫിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. ജീവിതത്തിൽ മുഴുവനും റസൂലുള്ളാഹിന്റെ നെഞ്ചിലേറ്റിയ മഹദിയാണ്. ഹബീബായ റസൂലുള്ളാഹിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവരാണ്. അതുകൊണ്ട് എന്റെ ഹബീബിന്റെ ജന്നത്തുൽ ബഖീഇന്റെ സമീപത്ത് ഞാൻ എന്റെ നഫീസയെ ഖബറടക്കാൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോ അവിടെയുള്ള ലോകം വിതുമ്പി, മനുഷ്യന്മാരുടെ കണ്ടടങ്ങൾ സജലങ്ങളായി ഒഴുകി. പ്രിയപ്പെട്ട മുഅ്മിനുകളെല്ലാം ഒന്നടുത്തേക്ക് വരുമോ? സംഭവത്തിന്റെ ബാക്കി പറഞ്ഞ ദുആയിരുന്നു നമുക്ക് പിരിയാം. കഴിവുള്ളവരെല്ലാം മുന്നിലേക്കും എഴുന്നേറ്റ് വന്നാൽ വളരെയധികം പ്രാർത്ഥന. മുഅ്മിനീങ്ങളെ, നിങ്ങളൊന്ന് കേട്ടോ. റളിയല്ലാഹു ഭർത്താവ് അവിടെ നിന്ന് പറയുമ്പോ അവിടെയുള്ള രാജാക്കന്മാര് തേങ്ങി, അവിടെയുള്ള ഈജിപ്തിലെ ഭരണാധികാരികൾ മുഴുവനും വിതുമ്പി. പരിസര പ്രദേശത്തുള്ള ആളുകൾ മുഴുവനും കണ്ടടങ്ങളിലൂടെ പ്രജലങ്ങൾ ഒലിപ്പിച്ചിട്ട് പറയുകയാണ്, ഞങ്ങളുടെ നബീസുമ്മാനെ നിങ്ങളിവിടെ നിന്ന് കൊണ്ടുപോകല്ലേ,
ഞങ്ങളുടെ സമ്പത്ത് മുഴുവനും നിങ്ങളുടെ കാൽ കീഴിൽ ഞങ്ങൾ കൊണ്ടുവെച്ചുകൊള്ളാം. ഞങ്ങളുടെ ശരീരങ്ങൾ മുഴുവനും അതിന് വേണ്ടി സമർപ്പിച്ചുകൊള്ളാം. പ്രയാസങ്ങൾ വരുമ്പോ, പ്രതിസന്ധികൾ വരുമ്പോ, പ്രശ്നങ്ങൾ വരുമ്പോ ഞങ്ങൾക്ക് ചെന്ന് പറയാനുള്ള അവലംബമാണ് മഹതി അവറുകള്. അതുകൊണ്ട് നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പറിച്ചുകൊണ്ട് പോകല്ല എന്ന് രാജാവ് പോലും പറഞ്ഞിട്ട് ഇസ്ഹാഖുൽ മുഅ്തമിൻ എന്ന് പറഞ്ഞ അവിടുത്തെ ഭർത്താവ് വഴങ്ങിയില്ല. നഫീസ ബീവി റളിയല്ലാഹു അൻഹ എന്ന ആത്മീയമായ അന്തരീക്ഷത്തിൽ വളർന്ന ജീവിതം മുഴുവനും അല്ലാഹുവിനെ മാത്രം സ്നേഹിച്ച് ജീവിച്ച മഹദി അവറുകളെ സ്വന്തമാക്കാനോ ഇസ്ഹാഖുൽ മുഅ്തമിൻ എന്ന് പറയുന്ന ആൾക്ക് റസൂലുള്ളാഹിന്റെ നിർദ്ദേശമാണ് മദീനയിൽ നിന്ന് എല്ലാം മദീനയിൽ കിടക്കുന്ന രാജാവ് നിയന്ത്രിക്കുന്നുണ്ട്. മദീന ശരീഫിന്റെ പച്ചക്കുപ്പയുടെ അകത്തളങ്ങളിൽ കിടന്നു ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ മനുഷ്യന്മാരുടെയും നീക്കുപോക്കുകൾ അറിഞ്ഞുകൊണ്ട് റസൂലുള്ള കിടക്കുന്നു. നമ്മൾ മോശം ചെയ്താൽ ഹബീബായ റസൂലുള്ള കരയുന്നുണ്ട്. നമ്മൾ മോശം പ്രവർത്തിച്ചാൽ റസൂലുള്ള വിതുമ്പുന്നുണ്ട്. കാരണം മരണപ്പെടുന്ന സമയത്തും ഖബറിലേക്ക് ഇറക്കിക്കൊണ്ട് വെക്കുമ്പോ അവിടുത്തെ ചോറോസാധളങ്ങൾ പോലെയുള്ള ചെഞ്ചുണ്ടുകൾ വിതുമ്പിയതോ ഉമ്മത്തി യാ ഉമ്മത്തി അബൂബക്കറിന്റെ സിദ്ദീഖ് തങ്ങളോ എന്താണ് ഖബറിൽ കിടന്നുകൊണ്ട് ഹബീബായ റസൂലുള്ള പറയുന്നതെന്നറിയാൻ അവിടുത്തെ ചെവിച്ചുണ്ടോട് ചേർത്ത് വെച്ച് നോക്കുമ്പോ റസൂലുള്ള പറയുകയാണ്, പോസ്റ്റ്മോർട്ടം യുഗത്തിൽ ഖിയാമത്ത് നാൾ വരെയും വരാനിരിക്കുന്ന എന്റെ ഉമ്മത്തേ എന്റെയും നിങ്ങളെയും റസൂലുള്ള കണ്ടിട്ടില്ല. ആ റസൂലുള്ളയാണ് നമ്മളുടെ ജീവിതത്തിന് വേണ്ടി മരണപ്പെടുന്ന അവസരത്തിലും അവിടുത്തെ ചുണ്ടുകൾ ചലിപ്പിച്ചതോ ഉമ്മത്തി യാ ഉമ്മത്തി എന്റെ ഉമ്മത്തേ എന്ന് പറഞ്ഞുകൊണ്ട് വിലപിച്ച ഹബീബായ റസൂലുള്ളാഹിന്റെ ദീനനുസരിച്ച് ജീവിക്കലോ നമ്മുടെ ബാധ്യതയാണ്. പൈക്കടിച്ച മുടിയുന്നകളിലോട്ട് വെച്ചോ, നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചോ, അവർത്ത് കാണിച്ചുകൊണ്ട് വെളിയിലേക്ക് മോടേനായി ഇറങ്ങുമ്പോ ഹബീബായ റസൂലുള്ള തേങ്ങുന്നുണ്ട് പോലെ അതുപോലെ പെങ്ങളെ അന്യപുരുഷന്റെമായി ബസ്സിലിരുന്ന് കിന്നാരം പറയുമ്പോ ഏതെങ്കിലും മരത്തണലിലിരുന്നു കൊണ്ട് നീ പ്രേമകല്ലാപങ്ങളിൽ ഏർപ്പെടുമ്പോ എന്നെയും നിന്നെയും ഓർത്ത് വിലപിച്ച റസൂലുള്ള മദീനയിലെ പച്ചക്കുപ്പയുടെ അകത്തളങ്ങളിലിരുന്ന് കരയുന്നുണ്ട് മോളെ. അതുകൊണ്ട് തെറ്റിലേക്ക് പോകല്ല. ഹബീബായ റസൂലുള്ളാഹിനെ വേദനിക്കുന്നൊരു ജീവിതം നമുക്ക് വേണ്ട. പരിഷ്കരിച്ച ഫാഷൻ ഭ്രമങ്ങൾ മുഴുവൻ ആടിയുടെ അഗാധങ്ങളിലേക്ക് വലിച്ചെറിഞ്ഞ് ഇസ്ലാമികപരമായ ധാർമ്മിക ചുറ്റുപാടിലെ മക്കളെ വളർത്തി ഹബീബായ റസൂലുള്ളാഹിന്റെ തിരുനോട്ടം ലഭിക്കുന്ന മക്കളാക്കണോ പറഞ്ഞു വന്നതോ ഇസ്ഹാഖുൽ മുഅ്തമിൻ എന്ന് പറയുന്ന ഭർത്താവിന്റെ മനതലങ്ങളിലേക്ക് റസൂലുള്ള സ്വപ്നത്തിൽ വന്ന് പറയുന്നു, അല്ലയോ മോനെ നഫീസ ബീവി മോളെ നീ ഇവിടെ നിന്ന് കൊണ്ടുപോകണ്ട. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഡയറക്ഷൻ പ്രകാരമാണോ മദീനയിൽ നിന്ന് ഈജിപ്തിലേക്ക് മഹദി അവറുകൾ വന്നത്. അവിടെ വന്ന് കബർ കുഴിച്ചിട്ട് 6000-ഓളം ഹത്തുമുകൾ സ്വന്തം കബറിലിറങ്ങി ഓതി പൂർത്തിയാക്കിയ മഹദിയാണ്. ആ കബറിടത്തിലേക്ക് ഇറങ്ങി ആയിരക്കണക്കിന് റക്അത്തുകൾ നിസ്കരിച്ചിട്ട് നാളെ പോയി കിടക്കേണ്ട കബറിനെ മണിയറയാക്കിയ മഹദിയാണ്. ആ
മഹദി അവറുകളെ നിങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോകല്ല. ആ കാണുന്ന ആബാലവൃദ്ധം ജനങ്ങളുടെയും ആവശ്യം പരിഗണിച്ചു. നിങ്ങളവിടെ നഫീസ ബീവിയെ കബറടക്കണമെന്ന് റസൂൽ മദീനയിൽ കടന്ന് ഓർഡർ കൊടുക്കുന്നു. അവസാനം ലോകം മുഴുവനും തേങ്ങിക്കൊണ്ട് അവിടെ കൂടിയ മനുഷ്യ സംശയങ്ങൾ മുഴുവനും കറഞ്ഞുകൊണ്ട് നഫീസ ബീവി തങ്ങളുടെ ആ ഭൗതിക ശരീരം കബറിലേക്ക് ഇറക്കി വെക്കുമ്പോ എല്ലാവരും തേങ്ങി. ജീവിതത്തിൽ മുഴുവനോ ഈ പ്രപഞ്ചാധികാരിയായ അല്ലാഹുവിന്റെ വിധിയെ മാത്രം ഓർത്ത് അല്ലാഹുവിന് വേണ്ടി മാത്രം ജീവിതം സമർപ്പിച്ച് ജീവിച്ച മഹദിയാണ്. ആ മഹദി അവരുടെ മുമ്പിൽ ആവശ്യം ചെന്ന് പറഞ്ഞാൽ അതെല്ലാം പരിഹരിക്കപ്പെടാറുണ്ട്. പ്രശ്നങ്ങളും ഏത് പ്രതിസന്ധികളും നിമിഷ നേരങ്ങൾ കൊണ്ടവിടുന്ന് പരിഹരിച്ചു തരാറുള്ള മഹദിയാണ്. അവിടെ നിന്ന് വിട പറഞ്ഞു പോയാലും കബറിന്റെ അടുത്ത് വന്നു നിന്ന് ആവശ്യങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾക്കൊരു പ്രൊട്ടക്ഷനായിട്ടോ ഈജിപ്തിൽ തന്നെ ഞങ്ങൾ നഫീസുമ്മാന വേണമെന്നൊരു സമൂഹം മുഴുവനും ആവശ്യപ്പെടുന്നു. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, നമുക്കും വേണം നല്ലൊരു മരണം. നമ്മളെവിടെ നിന്ന് മരണപ്പെട്ടു പോകുമ്പോ സമൂഹം മുഴുവനും പറയുന്നു ആ കവലച്ചട്ടം ഒതുങ്ങിയെന്നൊരാളും പറയരുത്. നമ്മളെവിടെ നിന്നങ്ങ് വിട പറഞ്ഞു പോകുമ്പോ ഒരു മോശക്കാരനായ ചെറുപ്പക്കാരൻ ഇവിടെ നിന്ന് വിട പറഞ്ഞു പോയല്ലോ, സമാധാനമായി എന്ന് സമൂഹം പറയുന്ന നിലയിലേക്ക് നമ്മളുടെ ശരീരങ്ങളെ മാറ്റണ്ട കേട്ടോ. എപ്പോ മരിച്ചാലും എവിടെ വെച്ച് മരിച്ചാലും ഒരുപാട് ആളുകൾ തിങ്ങിക്കോടിയിട്ട് ആത്മീയമായ വിജയത്തിന് വേണ്ടി പൊറുക്കലിന് ചോദിക്കുന്ന ഒരുപാട് മനതലങ്ങൾ നമുക്ക് വേണോ, ഒരുപാട് കൂട്ടുകാർ നമുക്ക് വേണോ. അങ്ങനെ നല്ല ജീവിതം ജീവിക്കുമ്പോഴാണ് എന്നൊന്നും നമ്മൾ ഓർക്കപ്പെടുക. മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് നമ്മളുടെ ഈ പ്രദേശത്ത് യതീംഖാന വരാൻ പോകുന്നു. ആലംബഹീനരായ മക്കൾക്ക് ഭക്ഷണം കൊടുത്ത് വളർത്തുന്നു. ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇത് പ്രകാരമാണെന്ന് രണ്ട് വിരൽ കൊടികൾ ചൂണ്ടിയിട്ട് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഞാനും എന്റെ യതീമിനെ സംരക്ഷിക്കുന്നവനും ഇതുപോലെ സ്വർഗത്തിൽ ഒരുമിക്കുമെന്ന് റസൂലുള്ളാഹി കള്ളം പറയാത്ത റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇൻഷാ അല്ലാഹ് നമുക്ക് ആ സ്ഥാപനം ഇവിടെ വരണം. ഒരുപാട് മക്കളെ ഇൽമ പഠിച്ച് നാളെ നമ്മളൊരു ചില്ലിക്കാശ് കൊണ്ട് ആ സ്ഥാപനത്തിന് സഹായിക്കുമ്പോ എത്തിയ മക്കളുകൾ കൈ നീട്ടിയിട്ട് അല്ലാഹ് ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവരാണ് റഹ്മാനേ, സ്നേഹിക്കാൻ തലോടാൻ വാപ്പയില്ലാത്ത അവസരത്തിലോ സ്നേഹോഷ്മളമായി ഞങ്ങളോട് വർത്തമാനം പറയാനും കവിൾത്തടങ്ങളിൽ ചുംബനം നൽകാനും മുമ്പയില്ലാത്ത അവസരത്തിലോ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് പോറ്റിയ നാട്ടുകാരാണ് അല്ലാഹ്. അവർക്ക് നീ പുറത്തു കൊടുക്കണം റഹ്മാനേ എന്നൊരു തീൻകുട്ടി ദുആയിരന്നാൽ നമ്മുടെ ജീവിതം ധന്യമായി. മുഅ്മിനീങ്ങളെ, എല്ലാ ആളുകളും അതിലേക്ക് സഹായിക്കണോ. ആ കൊടുക്കുന്ന സമ്പത്ത് ഗതാവിലല്ല, ആ സ്ഥാപനം ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം ഖിയാമത്ത് നാൾ വരെയും അതിവിടെ നിലനിന്നാലും ശരി തന്നെ നിങ്ങൾ 1 രൂപ നാണയം ആ സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലോ ആ 1 രൂപയുടെ പ്രതിഫലം നിന്റെ കബറിലേക്ക് കാലാകാലം വന്നുകൊണ്ടിരിക്കോ. നമ്മളാരും മുകേഷ് അംബാനിമാരല്ല, അനിൽ അംബാനിമാരല്ല, പച്ചപ്പാവപ്പെട്ട ജനങ്ങളാണെന്ന് എനിക്കറിയോ. നമ്മുടെ ജീവിത ചുറ്റുപാടുകളിൽ നിന്ന് സഹായിക്കുമ്പോഴാണോ നമുക്ക് വിജയം കടന്നു വരുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ,
ഇവിടെയുള്ള പരിപാടി 5 വർഷം കഴിഞ്ഞിട്ടാണുണ്ടാവുക. ഇതുപോലൊരു സംഗമത്തിൽ സംഗമിക്കാൻ ഞാനും നിങ്ങളും ആരുണ്ടാകുമെന്നൊരിക്കലും അറിയില്ല. കാരണം ഇതുപോലെ കഴിഞ്ഞ പരിപാടിയിൽ തോളോട് തോളുരുമി വൈജ്ഞാനിക സദസ്സുകൾക്ക് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന കൂട്ടുകാരെന്ന് പള്ളിയുടെ അകത്തളങ്ങളിൽ 6 അടി മണ്ണിന്റെ അകത്തളങ്ങളിൽ ആരോരുമില്ലാതെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചു കൂട്ടുന്ന ഭൗതിക സമ്പത്തുകള് അത് നമ്മളിവിടെ ഇട്ടെറിഞ്ഞിട്ട് പോകേണ്ടവരാണ്. ഒരുപാട് കോടിക്കണക്കിന് വസ്തുവകളുള്ള മുതലാളിയോട് ധാരാളം ബസ്സുകളുള്ള ആളാണ്. ഒരുപാട് ഏക്കറുകൾ പല ഭാഗത്തും വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ 1 രൂപ സ്വതക്ക ചെയ്തിട്ടില്ല എങ്കിൽ നാളെ നമ്മൾ കിടക്കുന്നത് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ ആ സമ്പത്തിൽ നമ്മളെ ആരും കിടത്തുകയില്ല. എത്ര വലിയ മുതലാളിയാണെങ്കിലോ, എത്ര വലിയ ഛത്രാധിപതിയാണെങ്കിലോ, എത്ര വലിയ പണക്കാരനാണെങ്കിലോ, ഒരുപാട് സമ്പത്തിന്റെയും ഒരുപാട് തോട്ടത്തിന്റെയും മുതലാളിയാണെങ്കിലും ഇതുപോലെയുള്ള വാഴ സദസ്സുകൾ സംഘടിപ്പിക്കുമ്പോ മുഅ്മിനീങ്ങളോട് കൈനീട്ടി വാങ്ങിച്ച് ഏതെങ്കിലും ഒരു പള്ളിത്താനിൽ എവിടെയെങ്കിലും ഒരു 10 സെന്റ് സ്ഥലം വാങ്ങിക്കുന്നു പള്ളി കമ്മിറ്റിക്കാർ. ആ പാവപ്പെട്ട ജനങ്ങൾ കൊടുക്കുന്ന 1 രൂപ നാണയം കൊണ്ട് വാങ്ങിക്കുന്ന പള്ളിക്കാട്ടിലാ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും ചെന്ന് കിടന്നുറങ്ങേണ്ടതോ. അതുകൊണ്ട് സമ്പത്തിന്റെ ഗരിമ പറയാൻ നമുക്ക് അവകാശമില്ല. തോട്ടത്തിന്റെ എളിമ പറയാൻ നമുക്ക് അവകാശമില്ല. അതുകൊണ്ട് എല്ലാ ആളുകളും ആ സംരംഭത്തിലേക്ക് നിങ്ങളാൽ കഴിയുന്ന സംഭാവനകൾ നൽകി സഹകരിക്കണം കേട്ടോ. നമുക്ക് വലിയ ബാങ്ക് അക്കൗണ്ടുകളില്ല, പൈസയുടെ ശേഷിപ്പുകളില്ല. ഇതുപോലെ നിങ്ങളെപ്പോലെ മുഅ്മിനീങ്ങളുടെ മുമ്പിൽ കൈനീട്ടുമ്പോ തരുന്ന പണമാണ് പൈസയാണ്. ഇത്തരം സംരംഭങ്ങൾ ഇവിടെ നിലനിന്ന് പോകുന്നത്. അല്ലാഹുവേ, ആരൊക്കെ നമ്മുടെ സംരംഭങ്ങൾക്ക് വേണ്ടി 1 രൂപ നാണയം ചെലവഴിക്കുന്നോ അവരുടെ നീ സ്വർഗമാക്കണം അല്ലാഹ്. പട്ടിണിപ്പാവങ്ങളാണ്, ജീവിക്കാൻ ഗതിയില്ലാത്തവരാണ്. ഇവിടെ യതീമക്കളെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോ ഈ വിനീതനായ വിദ്യാർത്ഥി നിന്ന് ചോദിച്ചപ്പോ സഹായിക്കുന്ന ആളുകളാണ് അല്ലാഹ്. അവരെ നീ വെറുതെയാക്കല്ല റഹ്മാനേ. ഹബീബായ റസൂലുള്ള പറഞ്ഞ ഞാനും യതീമുകളെ സംരക്ഷിക്കുന്നവന് സ്വർഗത്തിൽ എപ്രകാരമാണെന്ന് പറഞ്ഞ പദവിനെ കൊടുക്കണം അല്ലാഹ്. എല്ലാ ആളുകളും വലിയ പിരിവിനൊന്നും മുതിരുന്നില്ല. നിങ്ങളാൽ കഴിയുന്ന കയ്യിലുള്ളത് അല്ലെങ്കിൽ വലിയ തുകകൾക്കൊക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇവിടെയുള്ള കമ്മിറ്റിക്കാരുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൊടുക്കണം. ഇപ്പോ നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ ഏൽപ്പിക്കണം. ഇൻഷാ അല്ലാഹ് അതിവിടെ ആത്മാർത്ഥമായി ദുആ ഇറക്കും. സല്ലല്ലാഹു ബഹുമാനികളെ, എല്ലാവരും ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കൈപിടിച്ചുകൊണ്ട് മുസ്നഫത്ത് ചെയ്യുക. ഒരു സ്ത്രീ ഗൾഫിലുള്ള ഭർത്താവിന് ആഫിയത്തും ആരോഗ്യ സന്തോഷം കിട്ടാൻ വേണ്ടി 500 രൂപ അഗതി അനാഥ പുതുക്കി പുണ്യ മന്ദിരത്തിലേക്ക് ഇവിടെ സംഭാവന ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ദ്വാരക്കാൻ വേണ്ടി 50 രൂപ, മുറാദ ഹസ്ലാൻ 100 രൂപ, ദ്വാരക്കാൻ 100 രൂപ, ദ്വാരക്കാൻ 40 രൂപ, മരിച്ചപ്പാന്റെ പേരിൽ ദ്വാരക്കാൻ 50 രൂപ. ആരും പോകരുത്, പ്രാർത്ഥന കഴിഞ്ഞ് പോകാവോ. മരിച്ചപ്പാന്റെ പേര് ദ്വാരക്കാൻ 50 രൂപ, മരിച്ചപ്പാന്റെ പേര് ദ്വാരക്കാൻ 100 രൂപ. ഗൾഫിൽ മകനുണ്ട്, വിസയൊക്കെ ശരിയായി കിട്ടാൻ 101 രൂപ, ദ്വാരക്കാൻ 102 രൂപ. സുഖമില്ലാതെ ഉമ്മാന്റെ പേരിൽ 50 രൂപ, ദ്വാരക്കാൻ 100 രൂപ, ദ്വാരക്കാൻ 100 രൂപ, ദ്വാരക്കാൻ 100 രൂപ. കിഡ്നിയിൽ കല്ലുണ്ട്, അത് മാറാൻ 51 രൂപ. ഗൾഫിൽ പോയ മകന് ജോലി കിട്ടാൻ വേണ്ടി 100 രൂപ. കുടുംബത്തിന് വേണ്ടി ദ്വാര ചെയ്യാൻ 50 രൂപ, ദ്വാരക്കാൻ 500 രൂപ, ദ്വാരക്കാൻ 51 രൂപ. ഒരു ഖത്തം 11 യാസീൻ, മുറാദ് ഹാസിലാവാൻ 100 രൂപ.
മകന്റെ ബുദ്ധി നേരെയാവാൻ വേണ്ടി 100 രൂപ, മകന്റെ രോഗം സുഖമായി കിട്ടാൻ വേണ്ടി 50 രൂപ, ദുആ ചെയ്യാൻ വേണ്ടി 100 രൂപ, ദുആ ചെയ്യാൻ ഭർത്താവിന് സുഖം കിട്ടാൻ വേണ്ടി ഒരു പൊന്നിന്റെ റിംഗ് കൊടുത്തയച്ചിട്ടുണ്ട്. അപകടങ്ങളെ തൊട്ട് കാക്കാൻ വേണ്ടി 50 രൂപ, മുറാദ് ഹസ്ലാമൻ 100 രൂപ, ദുആ ചെയ്യാൻ 100 രൂപ, ദുആ ചെയ്യാൻ 50 രൂപ, മരിച്ചപ്പാന്റെ പേരിൽ മകന്റെ ഉമ്മാന്റെ രോഗം ശിഫയാകാൻ വേണ്ടി അതേപോലെ ഒരുപാട് മുറാദുകൾ 101 രൂപ, രോഗം ശിഫയാവാൻ ആഫിയത്ത് കിട്ടാൻ ജോലിയിൽ ഭർത്താവ് നല്ല ലഭിക്കാനും ശ്രീഹൃബാത്തിലാവാൻ ദുആ ചെയ്യണം. മുറാദ് ഹാസിലാവാൻ വേണ്ടി 100 രൂപ, മകന് ഇൽമ കിട്ടാൻ വേണ്ടി പരീക്ഷ പാസ്സാവാനും ഭർത്താവിന് ദ്വാരക്കാൻ വേണ്ടി ബുദ്ധി ശരിയാൻ വേണ്ടി ഭർത്താവ് ചെലവിന് കൊടുക്കുന്നില്ല, ബുദ്ധി ശരിയാൻ വേണ്ടി ദ്വാരക്കാൻ മരിച്ചവരുടെ പേരിൽ ദുആ ചെയ്യാൻ വേണ്ടി 50 രൂപ, അതേപോലെ നെഞ്ചിൽ കുരു മാറി കിട്ടാൻ വേണ്ടി ഒരു സ്ത്രീ 100 രൂപ. പലരും ദ്വാരക്ക് വേണ്ടി ലഭിച്ചിട്ടുണ്ട്. ബഹുമാനികളെ, ആരും പോകരുത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമുക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഒരു മാസത്തിന്റെ സദസ്സിൽ തുടക്കത്തിലും ഒടുക്കത്തിലും സിയാറത്തിലും എല്ലാ സമയത്തും ഇടക്കിടക്ക് ഇങ്ങനെ ഉസ്താദന്മാർ വന്ന് ദുആ ചെയ്യും. അതൊക്കെയും അള്ളാഹു സ്വീകരിച്ച് ഏതെങ്കിലും ഒരു ദുആ പടച്ച റബ്ബ് സ്വീകരിച്ചു പോയാൽ അള്ളാഹുവിന്റെ അരികെ ഈ മഹാന്മാരെ ഹക്ക് കൊണ്ട് അവരെ കൈപിടിച്ചുകൊണ്ട് നമുക്ക് നാളെ രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ട് ആരും പോകരുത്. അള്ളാഹു തആല ഈ സംഭാവന ചെയ്തവരുടെയൊക്കെ സംഭാവന കബൂൽ ചെയ്യട്ടെ. പലരും ഇവിടെ ദ്വാരക്ക് വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ മഹത്തായ നാടിന്റെ തനിമ വിളിച്ചോരുന്ന പഴയ പാരമ്പര്യത്തിന്റെ പൈതൃകം നിലനിർത്തി പോരുന്ന മഹത്തായ ചരിത്രത്തിന്റെ CD കാസറ്റുകൾ ഇവിടെ കൗണ്ടറിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ഇച്ചലങ്കോടിലെ ചരിത്രം ഒരല്പം ചെറിയ ഒരു എത്തിനോട്ടം എന്ന രൂപത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇച്ചലങ്കോടിലെ ചരിത്ര CD കാസറ്റുകൾ കൗണ്ടറിൽ ലഭ്യമാണ്. പിന്നെ 1 മുതൽ 30 വരെ നടക്കുന്ന എല്ലാ പ്രഭാഷകന്മാരുടെയും വയല് ഇവിടെ CD ആയി പുറത്തിറങ്ങുന്നുണ്ട്. ആവശ്യമുള്ള ആളുകൾ കൗണ്ടറിൽ നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നുകൂടി അറിയിക്കുന്നു. അഗതി അനാഥ മന്ദിരത്തിലേക്ക് ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ അവരും കൗണ്ടറുമായി നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് അറിയിക്കുന്നു. നെറ്റിലൂടെയും മറ്റും ഒരുപാട് വിദേശരായ ആളുകളൊക്കെ ഈ പരിപാടിക്ക് സഹായിച്ചുകൊണ്ട് വീക്ഷിക്കുന്നുണ്ട്. എല്ലാവർക്കും ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ ദുആ ചെയ്യുമെന്ന് അറിയിക്കുന്നു. അൽഹംദുലില്ലാഹ്, ധാരാളം ആളുകൾ സഹായിച്ചിട്ടുണ്ട്. ഇനിയും നിങ്ങൾ സഹായിക്കണം. ഇതുപോലുള്ള സംരംഭങ്ങൾ ഇവിടെ നിലനിൽക്കണം. നമ്മുടെ മക്കൾ ദീൻ പഠിക്കണം. അതിന് നമ്മൾ സഹായിച്ചാലേ നിർവാഹമുള്ളൂ. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി എല്ലാ ആളുകളും ഇവിടുത്തെ കമ്മിറ്റി അംഗങ്ങളുമായി ബന്ധപ്പെട്ട് ഈ അഗതി അനാഥ സംരംഭത്തിന് ആവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ പരിപാടിയിലേക്ക് ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാ ആളുകളുടെയും ആവശ്യങ്ങൾ അല്ലാഹു നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. اللهم وفقنا للتعلم والتعليم ولزيارة نبينا مصطفانا محمد صلى الله عليه وسلم. اللهم اغفر لنا ما سلف من ذنوبنا وعصمنا فيما بقي من أعمارنا. اللهم أنت ولينا توفنا مسلمين والحقنا بالصالحين. أرحم الراحمين يا الله അൽമലിക്കുൽ ജബ്ബാറായ റഹ്മാനേ, ഞങ്ങളുടെ ഈ സംഗമം നീ സ്വീകരിക്കണേ അല്ലാഹ്. നിന്റെ ഹബീബായ റസൂലുള്ളാഹിന്റെ സഹാബാക്കളുടെ ചാരത്ത് നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ നീ തള്ളിക്കളയല്ലേ അല്ലാഹ്. ഇൽമ കുറഞ്ഞവരാണ്, അമല് കുറഞ്ഞവരാണ്, തഖ്വ കുറഞ്ഞവരാണ്, ഇഖ്ലാസ് കുറഞ്ഞവരാണ് റഹ്മാനേ. ഇതുപോലെയുള്ള മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതം നീ ധന്യമാക്കണം അല്ലാഹ്. ദീനനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ റഹ്മാനേ. റബ്ബേ, ഇതുപോലെയുള്ള സംഗമങ്ങൾക്ക്, ഞങ്ങളുടെ സംഗമങ്ങൾക്ക്, സംരംഭങ്ങൾക്ക് സഹായിക്കുന്ന മുഅ്മിനീങ്ങളുണ്ട്. അവർക്ക് തരാൻ കഴിവുണ്ടായിട്ട് തന്നതല്ല അല്ലാഹ്. നിന്റെ ദീൻ ഇവിടെ നിലനിൽക്കണമെന്ന അതിയായ ആഗ്രഹം കൊണ്ടവർ സമർപ്പിച്ചതാണ് റബ്ബേ.
അവരുടെ എല്ലാ ആവശ്യങ്ങളും നീ നിറവേറ്റി കൊടുക്കണം റഹ്മാനേ. എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നീ ഏറ്റെടുക്കണം അല്ലാഹ്. സാമ്പത്തികമായ ഭദ്രത കൊടുക്കണേ റഹ്മാനേ. ഞങ്ങളുടെ ഇവിടെ തുടങ്ങാനിരിക്കുന്ന അഗതി അനാഥ മന്ദിരത്തിലേക്ക് 1 രൂപ നാണയമെങ്കിലും ആരെങ്കിലും സമർപ്പിച്ചിട്ടുണ്ടെങ്കിലോ അവർക്ക് ഒരുപാട് വലിയ വലിയ സ്വതക്കയായിട്ട് നാളെ ഖബറിടത്തിൽ ചെന്ന് കിടക്കുമ്പോ നീ കാണിച്ചു കൊടുക്കണേ റഹ്മാനേ. അവരുടെ എല്ലാ ആവശ്യങ്ങളും നീ നിറവേറ്റണം റബ്ബേ. നിന്റെ ഖജനാവ് വിശാലമാണല്ലോ അല്ലാഹ്, അത് കുറയുകയില്ലല്ലോ റഹ്മാനേ. അതിൽ നിന്നും ഞങ്ങൾക്ക് നീ കടം വരുത്താതെ ജീവിതത്തിന്റെ യാമങ്ങൾ നിയന്ത്രിക്കാൻ തൗഫീഖ് ചെയ്യണേ റബ്ബേ. ഞങ്ങളെ കടക്കാരായി അധപ്പതിപ്പിക്കല്ല റഹ്മാനേ. നാളെ മരിച്ചു കിടക്കുമ്പോ ഞങ്ങളുടെ ഭൗതിക ശരീരത്തിന്റെ മുന്നിൽ വന്ന കടക്കാര് വിലപേശുന്നൊരവസ്ഥ ഞങ്ങൾക്ക് വരുന്നല്ലേ അല്ലാഹ്. ഞങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരാളുടെ മുമ്പിൽ നിന്ന് കൈനീട്ടേണ്ട അവസ്ഥ നീ വരുത്തല്ല റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നീ നിറവേറ്റണം റബ്ബേ. രോഗികളുണ്ട് റഹ്മാനേ, രോഗം ശിഫപ്പെടുത്തണം അല്ലാഹ്. യാ ഷാഫി യാ അല്ലാഹ്, യാ കാഫി യാ അല്ലാഹ്, യാ മുആഫി യാ അല്ലാഹ്. ഏത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ചെന്നാലും അവിടെയുള്ള ഡോക്ടറും പറയുന്നത് അല്ലാഹുവാണ് അവസാനത്തെ വാക്ക്. അല്ലാഹു വിധിച്ചാൽ നിങ്ങൾക്ക് ജീവിതമുണ്ടെന്നാണ് ഡോക്ടർമാര് പോലും പറയുന്നത്. അതുകൊണ്ട് റഹ്മാനേ, ഞങ്ങളുടെ ജീവിതം മുഴുവനും നിന്നിൽ സമർപ്പിച്ചിരിക്കുന്നു അല്ലാഹ്. അല്ലാഹുവേ, ആഫിയത്തുള്ള ദീർഘായുസ്സ് തരണം റബ്ബേ. ഭൗതികമായ ആഡംബരങ്ങൾക്ക് വേണ്ടി ജീവിതം ചെലവിടാനല്ല, മറിച്ച് നിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന നല്ല ദീനുള്ള ആളുകളായി ഞങ്ങളെ മാറ്റണം റഹ്മാനേ. പടച്ചവനെ, ഇപ്പോൾ ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് സഹായം ചോദിച്ചപ്പോഴും ഒരു ചെറുപ്പക്കാരൻ വന്ന് ജോലി ആവശ്യത്തിന് വേണ്ടി പറഞ്ഞു. അല്ലാഹുവേ, അർഹമായ ജോലി കൊടുക്കണം റഹ്മാനേ. സാമ്പത്തിക ഭദ്രത കൊടുത്ത് അനുഗ്രഹിക്കണം അല്ലാഹ്. എല്ലാത്തിനും കഴിവുള്ളവൻ നീ മാത്രമാണ്. ഞങ്ങൾ നിന്റെ ബലഹീനരായ അടിമകളാണ് അല്ലാഹ്. നീ എന്ത് വിധിച്ചാലും അതേറ്റെടുക്കാനല്ലാതെ ഞങ്ങൾക്ക് നിർവാഹമില്ല റഹ്മാനേ. ഒരു ചെറുവിരൽ കൊടിയെങ്കിലും ഉയർത്തിയിട്ട് അതിനെതിരെ പ്രതികരിക്കാനുള്ള അവകാശം ഞങ്ങൾക്കില്ല റബ്ബേ. നീയാണ് ഈ ലോകത്തിന്റെ നാഥൻ, നീയാണ് ഈ ലോകത്തിന്റെ രാജാവ്. രാജാവെന്ന് വിധിച്ചാലും അടിമകളെ ഏറ്റെടുക്കലാണല്ലോ പതിവ്. നീ എന്ത് തന്നാലും ഞങ്ങൾ അത് ഏറ്റെടുക്കുന്നു റബ്ബേ. പക്ഷേ ക്ഷമ നൽകണം റഹ്മാനേ. ഈമാൻ തെറിച്ചു പോകുന്ന പരീക്ഷണങ്ങളെ കൊണ്ട് നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാഹ്. കാരണം ഞങ്ങൾക്ക് ഈമാനില്ല റബ്ബേ. ഇപ്പൊ 5 വഖത്ത് നിസ്കരിക്കുന്നു, ഖുർആൻ പാരായണം ചെയ്യുന്നു. അവസാന നിമിഷം എങ്ങനാണെന്ന് ഞങ്ങൾക്കറിയില്ല അല്ലാഹ്. എവിടെയാണ് ഞങ്ങൾ അസ്തമിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല റഹ്മാനേ. എപ്പോഴും റോഡിലൂടെ യാത്ര ചെയ്യുന്നവരാണ്, വായുമാർഗം സഞ്ചരിക്കുന്നവരാണ്, ജലമാർഗം സഞ്ചരിക്കുന്നവരാണ് അല്ലാഹ്. എവിടെ വെച്ച് സഞ്ചരിച്ചാലും ഞങ്ങളുടെ ശരീരങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ മാറ്റല്ല അല്ലാഹ്. ഒരു ദുരന്തത്തിലും വിട്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാനേ. വീണ്ടും വീണ്ടും ചോദിക്കുന്ന റബ്ബേ, ഞങ്ങൾ മരിക്കുമ്പോ ഞങ്ങളുടെ ശരീരത്തിന്റെ അടുത്ത് വന്ന് ഒരുപാട് മുതല്ലിമുകളും ആലിമുകളും സംഗമിക്കുന്ന നല്ല ശരീരമാക്കി ഞങ്ങളെ മാറ്റണേ റബ്ബേ.
ഞങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം മക്കള് കടിപിടികൂടുന്ന മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റല്ലേ അല്ലാ. ധാർമ്മികത പഠിച്ച് ദീൻ പഠിച്ച് നാളെ മരിച്ചു കിടക്കുമ്പോഴോ ഞങ്ങളുടെ അടുത്ത് വന്ന് അസ്സലാമു അലൈക്കും യാ അബീ, അസ്സലാമു അലൈക്കും യാ ഉമ്മീ എന്ന് പറഞ്ഞ് വിറയ്ക്കുന്ന കരങ്ങൾ ആകാശത്തിന്റെ അനന്തതയിലേക്ക് നീട്ടി കണ്ടടങ്ങൾ ഒലിപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി ദ്വാരക്കുന്ന മക്കളാക്കി ഞങ്ങളുടെ മക്കളെ മാറ്റണം അല്ലാഹ്. കുറച്ചവരെ ഞങ്ങളുടെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കണം, നൽകിയവരെ സ്വാലിഹത്തുകളാക്കണം അല്ലാഹ്. നീ നൽകാതിരിക്കുന്നവരെ സ്വാലിഹത്തായ ഇണകളെ ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ. ഞങ്ങളുടെ ദുനിയാവും ആഖിറവും വിജയിക്കുന്ന ഭാര്യമാരാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കള് ഞങ്ങളുടെ ഗർഭകാലഘട്ടത്തിൽ ഒരുപാട് നിസ്കാരങ്ങൾ ഒഴിഞ്ഞു പോകേണ്ട അവസ്ഥ ഞങ്ങൾ കാരണമായി വന്നിട്ടുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ഞങ്ങളെ പ്രസവിച്ചു ഇതുപോലൊരു പോസ്റ്റിലേക്ക് അവരെത്തിച്ചത് റഹ്മാനേ. അവരനുഭവിച്ചതിന്റെ എല്ലാം വേദനയും നീ സ്വർഗത്തിൽ ഖബറിൽ കിടക്കുമ്പോ ഞങ്ങൾ കാരണമായവർക്ക് ആനന്ദിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കളെ നീ ആഖിറത്തിൽ ഞങ്ങളുടെ മാതാപിതാക്കളോടൊപ്പം ഒരുമിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ റഹ്മാനേ. പടച്ചവനെ, അറിവില്ലാത്തതിന്റെ പേരിൽ അറിവില്ലാത്തതിന്റെ പേരിൽ അവരെന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ മഗ്ഫിറത്ത് കൊണ്ട് നീ പുറത്തു കൊടുക്കണേ റഹ്മാനേ. നല്ല ബുദ്ധി കൊടുക്കണേ അല്ലാഹ്. ഈ സ്ഥാപനത്തിന്റെ ഈ സംരംഭത്തിന്റെ സഹായികളോ ഈ പള്ളിയുടെ പരിപാലന കമ്മിറ്റി അംഗങ്ങളോ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും മുന്നിട്ട് ഇതുപോലെ ഒരു സംരംഭത്തിനെ സഹായിച്ചുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് അല്ലാഹ്. ഈ പള്ളിയുടെ പരിപാലന കമ്മിറ്റിക്കാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ റബ്ബേ. ദീനിന്റെ സേവകരായി മരിക്കുന്നത് വരെയും അവരെ നിലനിർത്തണം റഹ്മാനേ. അതുപോലെ ഇവിടെയുള്ള മക്ബറയിലും പള്ളിയിലും അതുപോലെ ഇവിടുത്തെ മുതഅല്ലിമുകളെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരോ ഇവിടെയുള്ള പള്ളിക്ക് നേതൃത്വം കൊടുക്കുന്ന ഖതീബ് ഉസ്താദ് റഹ്മാനേ, അവിടുത്തെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണം റഹ്മാനേ. ഇവിടെ പഠിപ്പിക്കുന്ന മുതഅല്ലിമുകൾക്ക് സഹായം ചെയ്യുന്ന നാട്ടുകാരുണ്ടോ അവരെല്ലാം നിന്റെ ദീൻ ഇവിടെ നിലനിൽക്കണമെന്ന അതിയായ ആഗ്രഹം കൊണ്ട് സഹായിക്കുന്നതാണ്. അതുകൊണ്ട് നിന്റെ സഹായം നീ നാട്ടുകാർക്ക് നീ കൊടുക്കണേ അല്ലാഹ്. നിന്നോട് ചോദിച്ചു വാങ്ങാൻ ഞാൻ ആരുമല്ല റഹ്മാനേ. ഇവിടെ കൂടിയ മുഅ്മിനീങ്ങളിൽ ഒരുപാട് നല്ല ആളുകളുണ്ട് റബ്ബേ. അവർക്ക് ഇവിടെ കൂടെ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അവരുടെ അതരങ്ങളിൽ നിന്നും നിർഗളിക്കുന്ന ആമീനാണ് എന്റെ പ്രതീക്ഷ. അതുപോലെ ചാരത്തടങ്ങിയിരിക്കുന്ന മഹാന്മാര് അവരുടെ മുമ്പിൽ നിന്നാണ് ചോദിക്കുന്നത് അല്ലാഹ്. ഞാൻ പാപിയാണ്, അതിന്റെ പേരിൽ നീ എന്റെ ദുആയ ഞങ്ങളുടെ ദുആയ നീ തള്ളിക്കളയല്ലേ അല്ലാഹ്. റഹ്മാനും റഹീമുമാണല്ലോ റബ്ബേ. ഞങ്ങളുടെ ഈ അഗതി അനാഥ മന്ദിരത്തിന്റെ 500 രൂപ റസാഖ് എന്ന് പറയുന്ന സഹോദരൻ സന്ദരിക്കുന്നു അല്ലാഹ്. അദ്ദേഹത്തിന്റെ എന്തൊരു ഉദ്ദേശമാണെങ്കിലും നീ സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനേ. അഗതികളെ സഹായിച്ചതിന് നീ എന്ത് പ്രതിഫലമാണോ വാഗ്ദാനം ചെയ്തത് അദ്ദേഹത്തിന് കൊടുക്കണേ അല്ലാഹ്. എല്ലാ തെറ്റുകുറ്റങ്ങളും മാറിയിട്ട് ഉമ്മ പ്രസവിച്ച ജനിച്ചു വീണ കുഞ്ഞിനെ പോലെ ഹൃദയം നിർമ്മലമാക്കണേ അല്ലാഹ്. അങ്ങനെ മാറ്റിയാൽ നിന്നോടാരും ചോദിക്കാറില്ലല്ല അല്ലാഹ്. ചോദ്യം ചെയ്യപ്പെടാത്ത രാജാവല്ല അല്ലാഹ്. നീ എല്ലാം കൊടുക്കണേ റഹ്മാനേ. ഹബീബായ റസൂലുള്ള നിന്നോട് എന്തൊക്കെ ചോദിച്ചോ അതൊക്കെ ഞങ്ങളും നിന്നോട് ചോദിക്കുന്ന റഹ്മാനേ.
അതൊക്കെ ഞങ്ങൾക്ക് തരണേ റബ്ബേ. ഹബീബായ റസൂലുള്ള നിന്നോട് എന്തിനെ തൊട്ടെല്ലാം കാവല് തേടിയോ അതെല്ലാം ഞങ്ങളും കാവല് തേടുന്നു റബ്ബേ. നീ എന്ത് പരീക്ഷിച്ചാൽ അത് ജീവിതത്തിൽ കൊണ്ട് നടക്കലല്ലാതെ വേറെ വിധിയില്ല. ക്യാൻസർ പോലെയുള്ള ബ്രെയിൻ ട്യൂമർ പോലെയുള്ള ഷുഗർ, കൊളസ്ട്രോൾ, മാറാവ്യാധി രോഗങ്ങളിൽ പെട്ടുടലുന്ന ജീവിതങ്ങളുണ്ടോ? വീട്ടിന്റെ അകത്തളങ്ങളിൽ ഇരുണ്ട റൂമുകളിൽ ഏകാന്തമായി ക്യാൻസർ പിടിപെട്ട് കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാ, അവരെ പരീക്ഷിക്കല്ല റബ്ബേ. ഞങ്ങൾക്ക് ക്ഷമ കുറഞ്ഞവരാണ് റഹ്മാനേ. ഈ അടുത്ത സമയത്തും ഒരു പള്ളിയിൽ ഒരു ഹതീബ് ജോലിയെടുത്തൊരു പാപ്പയായ ഉസ്താദ് അവിടെ വന്ന് പറയുന്നു, എന്നോട് വിലപിച്ചതാണ് റഹ്മാനേ, ദാരിദ്ര്യം കൊണ്ട് അങ്ങേയറ്റം ബുദ്ധിമുട്ടിയിട്ട് ഒരുപാട് മോശമായ വർത്തമാനങ്ങൾ വരും പറയേണ്ട അവസ്ഥ വന്ന ഉസ്താദ്. അല്ലാഹുവേ, അങ്ങനെ ഒരു ഗതി ഞങ്ങൾക്ക് വരുത്തല്ല റഹ്മാനേ. ആ ഉസ്താദിന്, ആ മനുഷ്യന് നീ പുറത്തു കൊടുക്കണം റഹ്മാനേ. അറിവില്ലാത്തത് കൊണ്ട് സംഭവിച്ചതാകാം. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ദാരിദ്ര്യം കുഫറിലേക്ക് നയിക്കുമെന്ന് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന്. അല്ലാഹുവേ, ഞങ്ങളെ ദാരിദ്ര്യം കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ, ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാനേ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരുത്തന്റെ മുന്നിലേക്ക് ചെന്ന് കൈനീട്ടേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. ഞങ്ങളുടെ ഉസ്താദുമാര്, സഖാഫി ഉസ്താദ്, നഈമി ഉസ്താദ്, സയ്യിദ് ബാലവി തങ്ങൾ ഉസ്താദ്, സിറാജുൽ ഉലമാ ഇദ്രീസ് ഉസ്താദ്, അഷ്റഫ് ബുഖാരി, സയ്യിദ് ഷാഹുൽ ഹമീദ് തങ്ങളടക്കമുള്ള ഞങ്ങളുടെ ഇതുപോലെയുള്ള വളർച്ചയ്ക്ക് സാരഥ്യം ദഹിച്ച മഹാന്മാരായ ഉസ്താദുമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഒരു സ്ഥലത്തും അവരെ വഴിമുട്ടിക്കല്ല റഹ്മാനേ. റബ്ബേ, ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا مغروما. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ഈ സദസ്സിൽ പങ്കെടുത്ത ഒരുപാട് ഉമ്മമാര്, സഹോദരിമാരുണ്ടോ? മക്കള് ബുദ്ധിമുട്ടിക്കുമ്പോഴും വൈജ്ഞാനികമായ ഇൽമ കേൾക്കാൻ, നിന്റെ ഇൽമ കേൾക്കാൻ ഈ പാതിരാത്രിയിലും ബുദ്ധിമുട്ടി വന്ന മഹതിമാരാടോ, അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. അവരെവിടെ ഇരുന്ന സമയം മുഴുവനും ഒരാരാധനയുടെ പ്രതിഫലം നീ കൊടുക്കണേ റബ്ബേ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.